നമസ്കാരം, ഞാൻ ദിനേശാണ്. ഈ കോഡക്സ് കണ്ടില്ലേ, ഇത് ഏകദേശം 8-10 വർഷമായൊരു ചെടിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ആഹാരം വലിക്കുന്ന വേരുകൾ, അതായത് പറ്റുവേരുകൾ, ഈ ബ്രാഞ്ച് കോഡക്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ബ്രാഞ്ചുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പൊന്തി നിൽക്കുന്നതിൻ്റെ കാരണം, ഞാൻ സാധാരണ എല്ലാം മണ്ണിൽ താത്തിയാണ് വെക്കുക. ഇത് കുറച്ച് പൊന്തി നിൽക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ അടിഭാഗത്ത് അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ അത് കൊള്ളില്ല. റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണിൽ കുഴിച്ചിട്ട ചെടികൾ, അതൊക്കെ മണ്ണിൽ കുഴിച്ചിട്ട് പറിച്ചെടുത്ത ചെടികളായിരുന്നു. അപ്പോൾ അത് നല്ല ഒരു വരമ്പിൽ വെച്ച് വണ്ണം വെപ്പിച്ചതിൻ്റെ ശേഷം അതെടുത്ത് ഇതിലേക്ക് വെച്ചപ്പോൾ അതിലെ 3/4 ഭാഗത്തോളം ചട്ടിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ട്, വണ്ണമുള്ള ഭാഗം. അപ്പോൾ അത് വേര് ഇതൊക്കെ ഇനി ഈ വേരുകൾ മാത്രം വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ ഞാനത് കട്ട് ചെയ്യുന്നില്ല, കാരണം ഈ ചെടി ഈ വേരിലൂടെയൊക്കെ അതിലേക്ക് വേണ്ട ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് ആ ഈ ഭംഗി, പൂക്കളുടെ ഭംഗിയൊക്കെ, കോഡക്സും അത്യാവശ്യം ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ നോക്കുക, 1, 2, 3, 4, 5, 6 ബ്രാഞ്ച് ഇതിനുണ്ടല്ലോ. ഇത് കൂട്ടി അത് 2 ബ്രാഞ്ചായി കൂട്ടി അതിന് 7 ബ്രാഞ്ചായി അല്ലേ ചെടിക്ക്. ഈ 7 ബ്രാഞ്ചുള്ള ചെടിയാണ്. അതിൽ ഈ ബ്രാഞ്ച് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാ. ഈ ബ്രാഞ്ച് ഇതിൽ ഗ്രാഫ്റ്റ് കാണാം, അത് വി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇനി 6 ബ്രാഞ്ച് ഉണ്ട്. ഈ 6 ബ്രാഞ്ചിൽ ഞാൻ 5 ബ്രാഞ്ച് ഇനി ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 5ഉം ഇതിൽ വന്ന പുതിയ ഗ്രാഫ്റ്റ് 1ഉം പിന്നെ ഇതിലത്തെ ഒരു ഓർഡിനറി കളറും കൂടി 7 കളറ് ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ചെടി വേണമെന്നുള്ളവർ ഇതിലിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഗ്രാഫ്റ്റ് ഒരു കൊമ്പിൽ മാത്രമേ ഗ്രാഫ്റ്റ് ആയിട്ടുള്ളൂ, ബാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാഫ്റ്റ് ചെയ്തതിൽ പൂവുണ്ടായി, നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. പൂവ് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ വിത്ത് വന്നു. പക്ഷെ ഞാനിത് മുറിച്ച് കളയും, കാരണം എനിക്കിപ്പോൾ വിത്ത് വേണ്ട. അപ്പോൾ ഈ ചെടി, ഈ 7 കളറോട് കൂടിയ ഈ ചെടി, ഇതേ ചട്ടിയിലുള്ള ഇതേ ചെടി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പൂവാണെന്ന് പറഞ്ഞു. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. ഈ ചെടി വേണമെന്നുള്ള ആൾക്കാർ ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനത്തെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോ ചട്ടിയിൽ കാണിക്കും. വലിയ ചെടിയാണ്. ഈ വലിയ ചെടി ചട്ടിയിൽ സെറ്റ് ചെയ്ത് ഇതേ കണ്ടീഷനിൽ കൊറിയർ അയക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് പറിച്ചെടുത്ത് അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ നേരിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കൊണ്ടുപോകും. എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്ത 1 മാസം കഴിയുമ്പോഴേക്കും അത് റെഡിയാവും. അത് കഴിഞ്ഞാൽ പൊടിപ്പ് വന്നതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത കണ്ടീഷനിൽ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ബോക്സിലിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഗ്രാഫ്റ്റ് പോകാൻ സാധ്യതയുണ്ട്, ചെറുതാണെങ്കിൽ. അല്ല, നല്ല സേഫ് ആയിട്ടുള്ള പാക്ക് ചെയ്തിട്ട് അയക്കുകയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചെടികൾ ഇപ്പോൾ ആദ്യത്തെ ഇപ്പോൾ പറയുന്നത്, ഈ ചെടി ബുക്ക് ചെയ്യുന്ന ഒരാളുകൾ ആദ്യം മെസ്സേജ് അയക്കുക. ഒരു 7 ബ്രാഞ്ചുള്ള ഈ ചെടിയാണ്. ഈ 7 ബ്രാഞ്ചുള്ള ചെടിക്ക് വേണ്ട ആളുകൾ ബുക്ക് ചെയ്താൽ ഞാൻ എഴുതി വെക്കും, എന്നിട്ട് തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത്, ഈ ചെടിയിൽ ഇനി ചട്ടി റീപോർട്ട് ചെയ്യും. ഈ ചട്ടി നിങ്ങൾ റീപോർട്ട് ചെയ്യുമ്പോൾ എല്ലാ കൊല്ലവും റീപോർട്ട് ചെയ്യണമെന്ന് ആൾക്കാരുണ്ട്, 6 മാസം കൂടുമ്പോൾ ചെയ്യണമെന്നുണ്ട്, എല്ലാ മാസവും റീപോർട്ട് ചെയ്യുന്ന ആളുകളാണ് യൂട്യൂബിൽ വീഡിയോയിലൊക്കെ കാണുന്നത്. ഇനി റീപോർട്ട് ചെയ്യുമ്പോൾ ഇത് മെല്ലെ ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കുന്നു. ഒന്ന് നോക്കുക, അതിൻ്റെ അടിയിൽ പുഴുവിൻ്റെ മുട്ട എന്തെങ്കിലും ഉണ്ടോ, പൂപ്പലോ ഉണ്ടോ എന്നൊക്കെ. ഉണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ മണ്ണോട് കൂടിയിട്ട് ഇതിനേക്കാൾ വലിയ ഒരു 12 ഇഞ്ചോ 14 ഇഞ്ചോ 16 ഇഞ്ചിൻ്റെയൊക്കെ വലിയ ചട്ടിയിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിന് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, വാമ്, പിന്നെ ചകിരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർക്കാം. ഉമി ചേർക്കാം. ഓടിൻ്റെ കഷ്ണങ്ങൾ തല്ലിപ്പൊടിച്ച് ചെറിയ ചെറിയ പൊടികളായിട്ടുള്ളത് ചേർക്കാം. ഇഷ്ടികയുടെ പൗഡർ ചേർക്കാം. വെട്ടുകല്ലിൻ്റെ പൊടികൾ ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലൂസാക്കി ഇട്ട് കൊടുക്കുക. ലൂസാക്കി ടൈറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇതിലാണ് ഇതിൻ്റെ വേരിരിക്കുക. പിന്നെ ആ വേര് ഈ ചുറ്റിലുള്ള ആഹാരത്തിലേക്ക് വരും. അവിടെ നിങ്ങൾ കുറച്ചധികം പൗഡേർഡ് എല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റും കുറച്ച് കൂടുതലായിട്ട്, മണ്ണും മറ്റുള്ള വളമൊന്നും വേണ്ട. ഞാൻ എല്ലാ സാധനവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇടാമെന്നേ പറഞ്ഞുള്ളൂ. വളം കൂടുതൽ നന്നായിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പ്, അതായത് ഈ മണ്ണോട് കൂടി വെച്ച ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വളം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പ്രേ ചെയ്യേണ്ട വളം ക്രമത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡോക്ടർമാർ മരുന്ന് കഴിക്കുമ്പോൾ രാവിലെ മരുന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന് പറയുന്ന ആ ക്രമത്തിൽ തന്നെ ചെടികൾക്കും നിങ്ങൾ കൊടുക്കുന്ന വളത്തിൻ്റെ പ്രയോഗ രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് കൃത്യമായ ഇടവേളകളിൽ കൃത്യസമയത്ത് കൃത്യ അളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂവിടും. അപ്പോൾ ഈ മൾട്ടിപെറ്റൽ 7 കളറോട് കൂടി ചെയ്യാൻ പോവുകയാണ്. ആരും അതിന് കരുതിയിട്ട് പൈസയൊന്നും ആദ്യം അയക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മൾട്ടിപെറ്റൽ ചെടികളിൽ എന്താ അറിയോ, 1, 2 സിംഗിൾ, 2, 3 സിംഗിൾ പെറ്റൽ വയ്ക്കും, 2, 3 മൾട്ടിപെറ്റൽ വലിപ്പം കൂടിയ പൂ വയ്ക്കും, 2 ചെറിയ പൂക്കളുള്ളത് വയ്ക്കും. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇനി 7 എണ്ണം ചെയ്താൽ 7 എണ്ണം പിടിച്ച് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ 5 എണ്ണം ആവും, ചിലപ്പോൾ 4 എണ്ണം ആവും പിടിച്ച് കിട്ടുക, ഗ്രാഫ്റ്റ് പിടിക്കുക. അതൊക്കെ നമ്മളുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. എന്നാലും കൂടുതലെണ്ണം സക്സസ് ആവും, കുഴപ്പമൊന്നുമില്ല. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ
താങ്ക് യു.